പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തപ്പെടേണ്ട സാഹചര്യങ്ങളാണ്. പ്രതിസന്ധികൾ കാണുമ്പോൾ നമുക്കറിയാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാണുമ്പോൾ നമുക്കറിയാം, എവിടോ നമ്മൾ ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവം സംസാരിക്കുന്ന ഒരു ആത്മീക ദൂതുണ്ട്, നീ ലജ്ജിക്കത്തില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആരൊക്കെയോ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സാഹചര്യത്തെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വിഷയത്തിനകത്ത് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള ഒരു ആത്മിക ദൂതാണ് ഇന്നത്തെ സന്ദേശം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കാനായിലെ കല്യാണ വീട്ടില് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിവാഹം, വിരുന്ന് അവന്റെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യം. സ്നേഹിതരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചുകൂട്ടി വലിയൊരു വിരുന്ന് കാനാവിൽ നടക്കുകയാണ്. വിരുന്നിന്റെ മധ്യത്തിൽ അതിഥികളെ സൽക്കരിക്കേണ്ട വീഞ്ഞ് അവർക്ക് തീർന്നുപോയി. കാരണം അവരുടെ കണക്കുകൂട്ടൽ തെറ്റി. വീഞ്ഞെന്ന് പറയുന്നത് ഉടനെ ഒരു സ്ഥലത്ത് പോയി വാങ്ങാൻ പറ്റുന്നതല്ല. ആ കാലങ്ങളിൽ നീണ്ട നാളുകളിലെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ വിരുന്നിനൊരു നല്ല വീഞ്ഞ് ഉണ്ടാക്കി വെക്കാൻ പറ്റൂ. എന്നാൽ ആ കുടുംബം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉണ്ട്. ആ വീടിന്റെ സാഹചര്യം അറിഞ്ഞ് യേശുവിനോട് മറിയ സംസാരിക്കുകയാണ്. യേശു പറയുകയാണ്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശുവിന്റെ അമ്മ അവിടെയുള്ള ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കിക്കോണം, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. യേശുവിന്റെ അമ്മ ആ സ്ഥാനത്തൊന്ന് മാറി. അന്നു മുതൽ ബാല്യക്കാർ ആ നിമിഷം മുതൽ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുക. ഒരിക്കൽ യേശു പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ കോരി നിറച്ചു. അത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തു. ഇതുവരെ ആ വിരുന്നിൽ വെളിപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞായിരുന്നു കൽപാത്രങ്ങളിൽ പച്ചവെള്ളം വീഞ്ഞായി തീർന്ന വീഞ്ഞ്. ഒരു ചോദിക്കുകയാണ്, ഇത്രയും നല്ല വീഞ്ഞ് എവിടെയായി? ലജ്ജിത്ത് തലതാഴ്ത്തേണ്ട സാഹചര്യം ആ കുടുംബത്തിനുണ്ടായ സമയത്ത് ക്രിസ്തുവിന്റെ ഒരു വാക്ക് ആ കുടുംബം ലജ്ജിക്കാതെ തല ഉയർത്തി പിടിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയാം, ദൈവവചനം, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ സന്ദേശം നീ ലജ്ജിക്കേണ്ട സാഹചര്യങ്ങളിൽ ലജ്ജിക്കാതെ നിന്റെ തല ഉയർത്താൻ ദൈവം അനുവദിക്കും. യേശുവിൽ വിശ്വസിക്കുക, നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാലത്തും ലജ്ജിച്ചു പോകാതെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഗോഡ് ബ്ലസ് യു.